ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി മുട്ടയും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തയ്യാറാക്കുന്നതിന് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 2 ഏലക്കയാണ്. അടുത്തതായി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 4.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മധുരത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പലഹാരം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാൻറ്റ് ഈസ്റ്റോ ഡ്രൈ ഈസ്റ്റോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് വെള്ളം തന്നെ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. മാവ് ഒരുപാട് അങ്ങ് ലൂസാവാതെ എന്നാൽ നല്ല കട്ടിയാവാതെ ഒരു ഇടത്തരം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ അരിപ്പൊടിയിൽ മാത്രമല്ല ഗോതമ്പ് പൊടിയിലും മൈദയിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്ന് പറയുന്നത് ഇതാണ്. ഈ മാവ് കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം പിന്നെ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോൾ നമ്മൾ പലഹാരം ഉണ്ടാക്കിയാലും എല്ലാം ഒരേ ഒരു ഷേപ്പിലായതുകൊണ്ട് തന്നെ ഞാനിതൊരു വ്യത്യസ്തമായ രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പഴംപൊരിയുടെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിതിനെ എടുത്തു മാറ്റാം. എണ്ണയൊന്നും കുടിക്കാത്ത പലഹാരമാണിത്. അതുപോലെ ഈ ഒരു പാനിൽ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കരുത്. ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്ന് ഒരു ഷേപ്പില്ലാതെ കിടന്നുരുളും. അതുപോലെ ഫ്ലെയിം ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ടാമതും മാവ് ഒഴിച്ച് കൊടുത്തു. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ വക്ക് ഭാഗമൊക്കെ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.